ലൈഫില് സർക്കിൾ വട്ടം എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? പിന്നെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്? പൂർണ്ണചന്ദ്രനൊക്കെ വട്ടമാണ്. ഓ എന്റെ മോനെ, പപ്പടം വട്ടമാണ്. യെസ്. ഇപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന സ്റ്റുഡിയോയിലാണ്. സ്റ്റുഡിയോയിൽ എന്തെങ്കിലും വട്ടങ്ങൾ ഷേപ്പുകൾ കാണുന്നുണ്ടോ? ഈ ലൈറ്റിന്റെ ഷേപ്പ് വട്ടം. മാത്സിന് എപ്പോഴെങ്കിലും വട്ടം കിട്ടിയിട്ടുണ്ടോ? പിന്നെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഒന്നിന്റെ കൂടെയാണോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാതെയാണോ? ഇല്ല, അതിന്റെ കൂടെ ഞാൻ ചേർക്കാറുണ്ട്. അടിപൊളി, ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ചെക്കനാണ്. അപ്പോൾ എന്തായാലും ഞാൻ ചെറിയ ടാസ്ക് തരാം. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് വിചാരിക്കുക. ഇതൊരു വടിയാണ് സംഭവം. ഇപ്പൊ ഇവിടെ ഒരു വട്ടം കാണുന്നില്ലേ? നമ്മുടെ സ്റ്റുഡിയോ ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സർക്കിളാണ്. ഏകദേശം സർക്കിൾ ഷേപ്പ് തന്നെ ഉണ്ട്. അപ്പം ഈ സർക്കിൾ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാം, ഈ വടി വെക്കാം. പക്ഷെ ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ വെച്ചാൽ ഇത് 2 പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ട്. സർക്കിളിന്റെ ഇവിടെയും കട്ട് ചെയ്യുന്നുണ്ട്. ഒരു സർക്കിൾ, ഇത് സർക്കിളിൽ പെട്ടതല്ല കേട്ടോ, ഈ എഡ്ജ് മാത്രമേ സർക്കിളിലുള്ളൂ. ഇപ്പൊ ഞാൻ ഇങ്ങനെ വെച്ചാൽ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്, 2 പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒറ്റ പോയിന്റ് അത് കട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ എവിടെ വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം. എത്രത്തോളം ആ റൗണ്ടിനകത്ത്, അതിന്റെ അകത്ത് മീൻസ് ഇതാണ് അതിന്റെ ബോർഡർ. ആ ബോർഡർ വെച്ചിട്ട് എങ്ങനെ ചെയ്യാം. ഞാൻ അങ്ങോട്ട് മാറിയ ചിലപ്പോൾ ക്യാമറ കട്ടാവും. രണ്ടറ്റം കൂട്ടി മുട്ടിക്കണം എന്നതാണ് നമ്മള്. രണ്ടറ്റം കൂട്ടി മുട്ടരുത്. എന്നാൽ സർക്കിളിൽ എന്തായാലും തൊടയും വേണം. ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ സംഭവം പറഞ്ഞുതരാം. ഇത് എന്നെ തല്ലരുത്. ഇല്ലില്ല. ഓക്കെ ഓക്കെ. ഇവിടെ വെച്ചു. ഇപ്പൊ അത് എത്ര പോയിന്റിലെ കൂട്ടി കൊണ്ടുവന്നു? ഒറ്റ പോയിന്റില്. അപ്പൊ ഇതിനെ ഞാൻ ടാൻജന്റ് എന്ന് പറയാം. തൊട്ട് വര. ഒരു സർക്കിളിനെ ഒരു പോയിന്റിലൂടെ തൊട്ട് പോകുന്ന വരയാണ് ടാൻജന്റ്. ഇപ്പൊ ഈ ടാൻജന്റ് ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല. വിമാനം പറക്കുന്നത് വരെ ഈ ഒരു കോൺസെപ്റ്റ് ആയിട്ട് കണക്ഷൻ ഉണ്ട്. അത്രയും ഭീകരമായിട്ടുള്ള ഒരു കണക്ഷൻ ഉള്ള ഒരു കോൺസെപ്റ്റ് ഇവർ 10ാം ക്ലാസ് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫുൾ ചാപ്റ്റർ റിവിഷൻ ഒരൊറ്റ ചിത്രത്തിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അതിന്റെ ചോദ്യങ്ങളും വൈകിട്ട് കൃത്യം 7 മണിക്ക് അവരോട് വരാൻ പറയും. എന്തായാലും വന്നേക്കണം.